നിങ്ങളുടെ ഈ പരിശീലന കേന്ദ്രത്തിൽ ഞാൻ എത്തിയിട്ടില്ലെങ്കിലും വിദ്യയും അച്ചടക്കവും അനുഭവജ്ഞാനവും നമുക്ക് വളരെയേറെയുണ്ട്. കഴിക്കൂ. ഉമ്മ തന്റെ മക്കളെ രക്ഷിക്കാനായി എന്തു ചെയ്യുമെന്ന് എനിക്കറിയാം. ഒരുപക്ഷെ ഉമ്മ ഇതിൽ ശരിക്കും വിഷം ചേർത്തിട്ടുണ്ടാകുന്നു. പാൽപായസം ഞാൻ കഴിക്കും. അങ്ങേക്ക് ഞാൻ സുറുമണിയിച്ചു തരുന്നതാണ്. കുറച്ച് പാൽപായസം എനിക്ക് തന്നാലും. ഇത്രയും തിടുക്കമെന്തിനാണ്? ഒരു തവണ ഉമ്മ തന്നെ ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ. അപ്പൊ ഉമ്മയ്ക്ക് അതിനെ അറിയാൻ കഴിയുമല്ലോ. അവരുടെ കൈകൾ കൊണ്ടുണ്ടാക്കിയ പാൽപായസത്തിന് ഈ ലോകത്തിൽ എത്രത്തോളം ഇന്ദ്രജാലം കാട്ടാനാകുമെന്ന്. സമ്മാനം നിന്റെ കളി അവസാനിച്ചു. ആരാണ് നീ?
കേട്ടതിന്റെ ഫലം വളരെ നല്ലതാ. പായസം വളരെ നന്നായിട്ടുണ്ട്. എന്തായാലും ഞാൻ എന്നെ തന്നെ പുകഴ്ത്തുകയാണ്. എന്നേക്കാൾ നന്നായി പാൽപ്പായസം ഉണ്ടാക്കാൻ ആർക്കും സാധിക്കില്ല. വിഷമിക്കണ്ട, നിനക്കും കരുതിയിട്ടുണ്ട്. ആദ്യം അങ്ങ് കഴിച്ചു നോക്കൂ. നമുക്ക് നിങ്ങൾ നൽകുന്ന ഈ പാൽപ്പായസമല്ല വേണ്ടത്, മറിച്ച് നിങ്ങളുടെ പരിശീലന കേന്ദ്രത്തിൽ നിന്ന് അതിസമർത്ഥനായ വിദ്യാർത്ഥിയാണ് വേണ്ടത്. ആ കുട്ടിയെ എപ്പോഴാണ് അയക്കുന്നത്? ഉടൻ, ഒരല്പസമയത്തിനുള്ളിൽ. സമ്പത്ത് ആവശ്യപ്പെട്ടാൽ ഞാൻ നിങ്ങൾക്ക് നൽകുമായിരുന്നു. പക്ഷെ നിങ്ങൾ ആവശ്യപ്പെട്ടത് സമയമായി പോയി. ഒട്ടും സമയമില്ല. മാത്രമല്ല, ഒരുപാട് സമയം നിങ്ങൾ പാഴാക്കി കളഞ്ഞു. എന്നിൽ വിശ്വാസം അർപ്പിക്കൂ സുൽത്താൻ. വിശ്വാസമില്ല എങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു. നാം ഒരു നീചനാണെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും തോന്നില്ല. പക്ഷെ നാം ഒരു വിഡ്ഢിയാണെന്ന് കരുതിയാൽ അത് വളരെ മോശമായിരിക്കും. അതുപോലെ വിശ്വാസത്തിന്റെ കാര്യം പറഞ്ഞാൽ നാം നമ്മുടെ സഹോദരിയായ സെഹറിനെ പോലെ വിശ്വസിക്കാറില്ല. എന്നാൽ നമുക്ക് നമ്മുടെ അധ്വാനത്തിലും ഒപ്പം വിധിയിലും രണ്ടിലും പൂർണ്ണ വിശ്വാസമുണ്ട്. അതിനാൽ എല്ലാ പരീക്ഷകളിലും വിജയിക്കുന്ന സമർത്ഥനായ ആ വിദ്യാർത്ഥിയെ ലഭിക്കുന്നതുവരെ നാം ആരെയും അങ്ങയുടെ മുൻപിലേക്ക് കൊണ്ടുവരില്ല. റുക്സാർ ബീഗം, നമുക്ക് ദേഷ്യം വരുമ്പോൾ നാം എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ. നിങ്ങൾ സുൽത്താന്റെ വിശ്വസ്തയാണ്. നമുക്ക് പൂർണ്ണമായും വിശ്വാസമുണ്ട് നിങ്ങൾ നമ്മെ നിരാശപ്പെടുത്തില്ലെന്ന്. അതുകൊണ്ട് ഇന്ന് വൈകിട്ട് നിങ്ങളുടെ പരിശീലന ഗൃഹത്തിൽ നിന്നും ആ സമർത്ഥനായ വിദ്യാർത്ഥിയെ നമ്മുടെ പക്കൽ കൊണ്ടുവന്നിരിക്കണം. ഇന്ന് വൈകിട്ടോ? ഇന്ന് വൈകിട്ട്. ശൃംഗാരി, ഇനി അവിടുന്ന് വിഷമിക്കാതിരിക്കൂ ഉമ്മ. സഫറിന്റെ കാത്തിരിപ്പ് അവസാനിച്ചാലും ഇല്ലെങ്കിലും ബാഗ്ദാദിന്റെ കാത്തിരിപ്പ് അവസാനിച്ചിരിക്കുകയാണ്. അവർ വരുന്നുണ്ട്. ഒന്ന് ചിരിക്കൂ ഹുസൂർ. അല്ലാ, ചിത്രം എടുത്ത് നിൽക്കാതെ എന്നെ പിടിക്കാൻ. കയ്യിലല്ല, പിന്നിൽ പിടിക്കാൻ. നന്ദിയുണ്ട് അബ്ദുൾ. അല്ലാ, സ്വയം മരിച്ചേനെ, നമ്മെ കൂടെ കൊന്നേനെ. നാം അപ്പോഴേ പറഞ്ഞതാ, പെൺകുട്ടിയെ നീ തോറ്റുപോകും. തീരുമാനം ഇതുവരെ ആയിട്ടില്ല. നീ ജയിച്ചിട്ടുമില്ല, ഞാൻ തോറ്റിട്ടുമില്ല. അതൊക്കെ ഞാൻ നിനക്ക് സുൽത്താനെ പിടിച്ച് നൽകുമ്പോ മനസ്സിലാവും. ഞാൻ ഉദ്ദേശിച്ചത് അതുടൻ മനസ്സിലാകും. ഞാൻ സുൽത്താനെ പിടിച്ച് നിനക്ക് നൽകുമ്പോ. അതായത് അത് നിനക്ക് മനസ്സിലാകും. ഞാൻ നിന്നെ പിടിച്ച് സുൽത്താന് നൽകുമ്പോ അപ്പോ നാം അദ്ദേഹത്തിനോട് പറയും, നീ കരിങ്കള്ളനല്ല, കരിങ്കള്ളിയാണെന്ന്. ഒരു പെൺകുട്ടിയാണ്. പിന്നെ പെൺകുട്ടിയുടെ മോഷണം.
മോശം കാര്യം. ഉസൂർ, ഇന്നത്തെ ദിനത്തിന് അങ്ങക്ക് ആശംസകൾ. ഏതായാലും കരിങ്കള്ളൻ ഇന്ന് അവിടെ രക്ഷപ്പെട്ടു. പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജ്യേഷ്ഠത്വം ലഭിച്ചല്ലോ. അബ്ദുൾ, നീ എന്താ വിഡ്ഢിയാണോ? ഇത്ര നേരമായി ഞാൻ എന്തായി പറയുന്നത്? ഇത് തന്നെയാണ് കരിങ്കള്ളൻ. അതെ, കരിങ്കള്ളൻ ഒരു പെൺകുട്ടിയാണ്. അതിനെന്താ ഇതിനിത്ര അതിശയപ്പെടാൻ എന്താ? പെൺകുട്ടികൾ മോഷ്ടിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ അവരുടെ നേർക്ക് എന്തെങ്കിലും ബാണം അയച്ചിട്ടുണ്ടോ? ആൺകുട്ടികൾക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും പെൺകുട്ടികൾക്ക് ചെയ്യാം. ഒരിക്കലുമില്ല. 2 നിമിഷം പോലും നിങ്ങൾക്ക് നിശബ്ദരാകാൻ കഴിയില്ല. നിങ്ങൾക്ക് കണ്ണാടിയുടെ മുമ്പിലൂടെ കണ്ണാടിയിൽ നോക്കാതെ കടന്നു പോകാൻ കഴിയില്ല. അതുപോലെ മറ്റുള്ളവരുടെ കുറ്റം പറയാതെ ജീവിക്കാനും ആകില്ല. പിന്നെ ചെറിയ നായയെ കണ്ടാൽ അയ്യോ അല്ലയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പറയ്, കേക്കട്ടെ. കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നോ? നീ എന്താ ഇങ്ങനെ കണ്ടു നിൽക്കുന്ന ഒരു മണ്ടന്മാരാണെന്ന് കരുതിയോ? എന്നാൽ നീ ഏറ്റവും വലിയ വിഡ്ഢിയാണ്. അത് നീ സമ്മതിച്ചേ പറ്റൂ. വിഡ്ഢിയാണല്ലേ? മത്സ്യം നല്ല വേഗത്തിലാണെങ്കിൽ അമ്പയക്കാൻ പാടില്ല. പിന്നെ എന്തുപയോഗിക്കും? അറിയില്ലെങ്കിൽ വേണ്ട, വല. ഇനി സുൽത്താൻ നമ്മെ അടുത്ത അവകാശിയാക്കും. ഒരു തവണ സുൽത്താൻ നിനക്ക് ശിക്ഷ നൽകട്ടെ, അതിനുശേഷം നമ്മുടെ മാർഗം. നിന്റെ കഥ തന്നെ തീർന്നല്ലോ കരിങ്കള്ള. അല്ലല്ല, കരിങ്കള്ളി. അവരെവിടെയാണെന്ന് ആരെങ്കിലും അറിഞ്ഞോ? എനിക്ക് ഷിഫാനെയും കോയലിനെയും വേണം. ഇപ്പൊ തന്നെ ചെന്ന് അവരെ കണ്ടുപിടിക്കൂ. ഇന്ന് വൈകിട്ട് നിങ്ങളുടെ പരിശീലന ഗൃഹത്തിൽ നിന്നും ആ സമർത്ഥനായ വിദ്യാർത്ഥിയെ നമ്മുടെ പക്കൽ കൊണ്ടുവന്നിരിക്കണം. കോയലിനെയും ഷിഫാനെയും കണ്ടെത്താനായില്ലെങ്കിൽ ഞാൻ മറ്റു കുട്ടികളെ എങ്ങനെ രക്ഷിക്കും? ഞാൻ കോയലിനെയും ഷിഫാനെയും സുൽത്താന്റെ മുൻപിൽ എത്തിച്ചേ മതിയാവൂ. സലാം റുക്സ. എന്തു പറ്റി റുക്സർ ബീഗം? എന്താ നിങ്ങൾക്ക് സുഖമല്ലേ? സുൽത്താന്റെ അടുത്ത് നിന്ന് വന്ന ശേഷം നിങ്ങളുടെ മുഖത്ത് ആശങ്കയും നിരാശയാണല്ലോ. ഉസ്താദ് ഗുൽബദൻ, കോയലിനെയും ഷിഫാനെയും കാണാതായിരിക്കുന്നു. മറ്റുള്ളവരോടൊപ്പം ചെന്ന് അവരെ കണ്ടുപിടിക്കൂ. ശരി. എന്റെ അല്ലാഹ്, എനിക്കാരോടും സത്യം പറയാൻ സാധിക്കുന്നില്ല. ഉസ്താദ് ഗുൽബദനോടും പറയാനാവില്ല. എന്നാൽ ആ കോയലും ഷിഫാനും എവിടെയാണ് പോയത്? അവരിരുവരുടെയും സംരക്ഷണം എന്റെ ഉത്തരവാദിത്തമാണ്. ഈ പരിശീലന കേന്ദ്രത്തിലെ എല്ലാ കുട്ടികളുടെയും ഉത്തരവാദിത്തം എനിക്കാണ്. നമ്മുടെ ഒന്നിനും കൊള്ളാത്ത പുത്രൻ എവിടെ? അങ്ങയുടെ സമർത്ഥരായ സൈനികർക്ക് കഴിയാത്ത കാര്യം അത് പൂർത്തീകരിക്കാൻ അങ്ങയുടെ ഒന്നിനും കൊള്ളാത്ത മകൻ അല്പം സമയം വേണ്ടി വന്നു. നാം നമ്മുടെ വാക്ക് പൂർത്തീകരിച്ചു ഫിറോസ്. നാം ഉദ്ദേശിച്ചത് സുൽത്താൻ, അങ്ങയുടെ കുറ്റവാളി അങ്ങേക്ക് മുന്നിൽ. കരിങ്കള്ളൻ പെൺകുട്ടിയാണോ? കരിങ്കള്ളൻ പെൺകുട്ടിയാണോ? പെൺകുട്ടിയോ? അതെങ്ങനെ വരും? ശരിക്കും തുർക്കിസ്ഥാൻ ഏറെ പുരോഗമിച്ചിരിക്കുന്നു. അതായത് പെൺകുട്ടികൾ ഒട്ടും പുറകോട്ടല്ല. ചിലപ്പോ അത് ധൈര്യമാകാം, സാമർഥ്യമാകാം, അല്ലെങ്കിൽ പിന്നെ മോഷണമാകാം. ഇവിടുത്തെ ആൺകുട്ടികൾ ഒരു കാര്യത്തിലും പിന്നിലല്ല. ചിലപ്പോ അത് അലസതയാകാം, വിട്ടുതരമാകാം, കർത്തവ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറ്റവും. ഇവൾ കള്ളിയാ കള്ളി. നീ മടിയനാണ്. ഞാൻ എന്റെ അത്യാഗ്രഹം കൊണ്ട് മോഷ്ടിക്കുന്നതല്ല. ആളുകളുടെ നന്മയ്ക്ക് വേണ്ടിയാ. തുർക്കിസ്ഥാനിലെ ദരിദ്രരായ പ്രജകളുടെ നന്മയ്ക്ക് വേണ്ടി. ഈ ജോലി നിന്റേതല്ല. ആ ജോലി ആരുടേതാണ്? ആരുടേതാണ്? നമ്മുടേത്. ആ ജോലി നമ്മുടേതാണ്. നിന്റെ ജോലിയാണെങ്കിൽ ചെയ്യാത്തതെന്താ? ഈ പെൺകുട്ടിയെ വലയിൽ നിന്നും പുറത്തിറക്കൂ. നിൽക്കൂ. കത്തി എനിക്ക് തരൂ. വല ഞാൻ സ്വയം മുറിച്ചോളാം. നിൽക്കൂ. സുൽത്താൻ,
തുർക്കിസ്ഥാനിൽ അങ്ങേ പോലെ കാരുണ്യവാനായ ഒരു സുൽത്താൻ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. അങ്ങ് ദരിദ്രർക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തിരിക്കുന്നു. പാതകൾ, കുളങ്ങൾ, സത്രങ്ങൾ, സൗജന്യ ചികിത്സ എല്ലാം നടപ്പിലാക്കി. കാര്യങ്ങൾ അങ്ങ് സ്വയം നടത്തിയിരുന്നപ്പോൾ തുർക്കിസ്ഥാനിൽ ആർക്കും വിശന്നുറങ്ങേണ്ടി വന്നിട്ടില്ല. എന്നാൽ പിന്നീട് കാലം കടന്നു പോകുമ്പോൾ ഉത്തരവാദിത്തം ഒരു ചുമലിൽ നിന്നും മറ്റൊരു ചുമലിലേക്ക് മാറും. എന്നാൽ എനിക്ക് പറയാൻ വിഷു, രണ്ടാമത്തെ ചുമലിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള യോഗ്യതയില്ല. അതിന് സാധിച്ചിരുന്നെങ്കിൽ എനിക്ക് മോഷ്ടാവാകേണ്ടി വരില്ലായിരുന്നു. അപ്പോൾ നീ ദരിദ്രരുടെ വിശപ്പെടുക്കാനാണോ മോഷ്ടാവായത്? ആകേണ്ടി വന്നു സുൽത്താൻ. ഇത് തെറ്റാണെന്ന് എനിക്കറിയാം. എന്നാൽ കുട്ടികൾ വിശന്നുറങ്ങുന്നത് അതിലും വലിയ തെറ്റാണ്. എന്റെ മുൻപിൽ ശരിയും തെറ്റുമില്ല, ചെറിയ തെറ്റും വലിയ തെറ്റും മാത്രം. അപ്പൊ ഞാൻ ചെറിയ തെറ്റ് തെരഞ്ഞെടുത്തു, എന്നിട്ട് കരിങ്കളിയായി മാറി. മഹാമന്ത്രി, അഥവാ ഈ പെൺകുട്ടി പറഞ്ഞ സത്യമാണെങ്കിൽ നമ്മെ സംബന്ധിച്ച് ലജ്ജാകരമായ കാര്യമാണ്. ഇനി മുതൽ തുർക്കിസ്ഥാനിൽ ഒരു വ്യക്തി പോലും വിശന്നുറങ്ങില്ല. ഫിറോസ്! സുൽത്താൻ, സുൽത്താൻ, മാറ്, മാറ്, മാറ്. സുൽത്താൻ, ഇവൾ കള്ളിയാണ്. കള്ളിയുടെ വാക്ക് വിശ്വസിക്കാന്ന് പറഞ്ഞാൽ ചിരിച്ചാലും ഹുസൂർ, ചിരിച്ചാലും. ചിരിക്കാനോ? ഇത് ചിരിക്കാനുള്ള സമയമാണോ? ചിരിക്കു ഹുസൂർ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. കടന്നു പോവാൻ, മുന്നിന്ന് പോവാൻ. സുൽത്താൻ, നാം നമ്മുടെ വാക്ക് പാലിച്ചു. ഇനി അങ്ങയുടെ വാക്ക് പാലിക്കേണ്ടതാണ്. ഈ സിംഹാസനത്തിനും സാമ്രാജ്യത്തിനും ശിക്ഷ നൽകൂ. പിന്നെ ഈ പെൺകുട്ടിയെ നമുക്ക് നൽകൂ. ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ്. സാമ്രാജ്യത്തിന് ശിക്ഷ നൽകിയാലും കിരീടവും പെൺകുട്ടിയും നമുക്ക് നൽകൂ. ഏ അല്ലാ, ഈ പെൺകുട്ടിക്ക് ശിക്ഷ നൽകൂ. ഇവൾ കള്ളിയാണ്. ഇവളെ നാമാണ് പിടിച്ചത്. എന്നിട്ട് ഈ കിരീടവും സിംഹാസനവും നമുക്ക് നൽകൂ. സുൽത്താൻ, ഈ വാനരന്റെ സന്തതിയെ അല്ല, അങ്ങയുടെ പുത്രന്റെ വാക്കുകൾ കേൾക്കാതിരിക്കും. അങ്ങ് സ്വന്തം പുത്രന് ഇത്രയും വലിയ ഉത്തരവാദിത്തം നൽകാതിരിക്കും. ഇവനെ തുർക്കിസ്ഥാൻ മുഴുവൻ നശിപ്പിക്കും. ഹരിത സുൽത്താൻ. സുൽത്താൻ, ഇവൾ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വലിയ വലിയ കള്ളക്കഥകൾ മെനയുകയാണ്. അങ്ങ് ഇവളുടെ വാക്കുകൾ വിശ്വസിക്കാതിരിക്കൂ. ഇവൾ കള്ളിയാണ്, കള്ളി. ഇവൾ കള്ളിയല്ല. എന്റെ യാസ്മിൻ രാജകുമാരിയാണ്. രാജകുമാരി. യാസ്മിൻ ആരാണ്? യാസ്മിൻ,